ആശാൻ സർ, ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടു എന്ന് പറയുന്ന മിസൈൽ ഷഹീദ് അതൊരു ആണവ മിസൈൽ ആണെന്ന് കേൾക്കുന്നു. ഇന്ത്യയുടെ S-400 പ്രതിരോധ സംവിധാനത്തിന് പോലും ആ മിസൈലിനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ വാദം. പുറത്തുവരുന്ന ഈ വാർത്തകളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? പാകിസ്ഥാന്റെ വാദങ്ങൾ ശരിയാണ്? ആ അത്തരത്തിൽ ഉള്ള ഒരു വാർത്ത ശരിയായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഇന്ത്യ അത് നിഷേധിച്ചിട്ടൊന്നുമില്ല. അതായത് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മിസൈലാണ് ഷഹീൻ മിസൈൽ എന്ന് പറയുന്നത്. അതായത് അണുവായുധം ഘടിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള മിസൈലായിരുന്നു. ആ മിസൈലിനെ X-400 പ്രതിരോധ സംവിധാനം വളരെ നിസ്സാരമായിട്ട് അടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് വ്യക്തമാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആവതെല്ലാം പ്രയോഗിച്ചു. അതായത് സിന്ദൂർ ഓപ്പറേഷൻ നമ്മൾ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പാകിസ്ഥാനെ പ്രതിരോധിച്ചപ്പോൾ പാകിസ്ഥാൻ തിരിച്ച് ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഡ്രോണുകൾ, മിസൈലുകൾ, ഏറ്റവും അവസാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ, അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് മിസൈൽ തന്നെയാണ് ഈ ഷഹീൻ എന്ന് പറയുന്ന മിസൈൽ. നിസ്സാരമായിട്ട് കാണാൻ പറ്റുന്ന മിസൈൽ അല്ല. പാകിസ്ഥാൻ പ്രയോഗിച്ചത് കൊണ്ടും അത് നമ്മൾ അടിച്ചു കളഞ്ഞത് കൊണ്ടും ആ മിസൈൽ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതിനെ നമ്മൾ പ്രതിരോധിച്ചു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിജയം. എല്ലാത്തിനെയും പ്രതിരോധിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും മാരകമായിട്ടുള്ള ആയുധങ്ങളെ വരെ നമ്മുടെ പ്രതിരോധ സംവിധാനം പ്രതിരോധിച്ചു എന്നുള്ളതാണ്. X-400 പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ S-400 ഉൾപ്പെടെയുള്ള 7 ലെയർ പ്രതിരോധ സംവിധാനം, ഒരുപക്ഷെ S-400നെ മോഡിഫൈ ചെയ്ത് സുദർശന ചക്ര എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം, ഇതിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വളരെ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഒന്നും വളരെ വ്യക്തത വരുത്തി പറയാൻ ഇന്ത്യ തയ്യാറാവത്തില്ലല്ലോ. കാരണം തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ സംവിധാനം ലോകം മൊത്തം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ പ്രയോഗം എന്നുള്ളതിനെ പറ്റി അറിയുമല്ലോ. അപ്പം ഈ അറിവിനകത്തുനിന്ന്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം അത്രയും കരുത്തുറ്റതാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇത് ശരി വെക്കുകയും, അല്ലെങ്കിൽ ശരിയാണ് പാകിസ്ഥാൻ അത്തരത്തിൽ വരെ നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയതെല്ലാം പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഡോവൽ റഷ്യയിലേക്ക് പോകുന്നത്. നമ്മൾ യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ സിന്ദൂറിന് ശേഷം നമ്മൾ ലോകത്തിന്റെ മുമ്പിലും ജയിച്ചു നിൽക്കുന്നു. പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായി. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് പറഞ്ഞ് യുദ്ധം നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ നമ്മളുടെ കരുതലിനകത്ത് കുറവ് വരുത്തിയിട്ടില്ല. നമ്മൾ ഇതിനുശേഷം S-400 വളരെ കൂടുതലായിട്ട് മേടിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ S-500 എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം റഷ്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവരത് പബ്ലിസിറ്റി കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അതിന്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ്, അല്ലെങ്കിൽ കൂടുതൽ നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി മേക്കിംഗ് ഇന്ത്യയോട് ഒപ്പം ചേർന്ന്, അല്ലെങ്കിൽ ഇന്ത്യയോടൊപ്പം ചേർന്ന് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി സംസാരിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളന്ന് വാർത്തയിൽ കണ്ടതാണ്. ഒരുപക്ഷെ ആ സംസാരവും, അല്ലെങ്കിൽ ആ ഒരു തുടർച്ചയ്ക്കും, അല്ലെങ്കിൽ X-500 ഉണ്ടാക്കുന്നതിന് ഇന്ത്യ തയ്യാറായിട്ടുള്ള ഒരു കരാറിന്റെ കാര്യം സംസാരിക്കുന്നതിനും ഒക്കെ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇപ്പം റഷ്യയിൽ പോയിരിക്കുന്നത്. നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും, അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി കൂടുതൽ ആയുധങ്ങൾ കരുതുന്നതിനും, അല്ലെങ്കിൽ വാങ്ങിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കം വലിയ വലിപ്പത്തിൽ ഇന്ത്യ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനുശേഷം 50,000 കോടി രൂപ വീണ്ടും പ്രതിരോധ ബഡ്ജറ്റിലേക്ക് മാറ്റിവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് നമ്മൾക്കെതിരെ പാകിസ്ഥാൻ ഇപ്പൊ തോറ്റു പുറകോട്ട് പോയെങ്കിൽ തന്നെയും ആ തോൽവി അമേരിക്കയ്ക്കും ചൈനയ്ക്കും തുർക്കിക്കും ഒക്കെ ക്ഷീണമായിട്ടിരിക്കുമ്പോൾ അതിനെ, ആ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി ഉള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കരുതൽ, ഏതായാലും ശത്രു രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ധരിക്കാനും സാധ്യതയില്ല. കാരണം ഈ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന്, അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലേക്കുള്ള ഒരു അറ്റാക്ക് എങ്കിലും നടത്തിയില്ലെങ്കിൽ ഇവർക്കെല്ലാം ക്ഷീണമാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അത്തരത്തിൽ ക്ഷീണമാകുന്ന ഒരവസ്ഥ, ആ ക്ഷീണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഇന്ത്യയും മാറുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം റഷ്യയിലേക്കുള്ള പോക്ക് എന്ന് നമ്മൾക്ക് വിചാരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ത്യയുടെ. അതിനുശേഷം നമ്മൾ പല മിസൈലുകൾ, കാരണം നമ്മൾ ചെറിയ പ്രതിരോധ സംവിധാനങ്ങൾ, കഴിഞ്ഞ ദിവസം ആന്റി ഡ്രോൺ സംവിധാനമൊക്കെ പരീക്ഷിച്ചായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു മിസൈൽ പരീക്ഷിച്ച് നമ്മൾ നമ്മളുടെ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ വലിയ സൈനിക വിന്യാസം, അല്ലെങ്കിൽ സൈനിക അഭ്യാസം ഒക്കെ നടത്തി ലോകത്തെ, അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധക്കോപ്പുകളും, അല്ലെങ്കിൽ AI സംവിധാനത്തോടുകൂടിയുള്ള യുദ്ധം, അതുപോലെ ഈ ഡ്രോൺ
അല്ലെങ്കിൽ ഡ്രോണുകൾ അല്ലെങ്കിൽ പോലെയുള്ള നമ്മുടെ ഡോഗ്സ് ഉണ്ടല്ലോ, ആ ഡോഗുകളെ ഉപയോഗിച്ചുള്ള ഏറ്റവും ആധുനികപരമായിട്ടുള്ള നാളെ കാലത്ത് ഈ ലോകം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ രണ്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാൽ വരാൻ സാധ്യതയുള്ള യുദ്ധത്തിനെ വരെ അതിജീവിക്കാൻ പ്രാപ്തമായിട്ടുള്ള സൈനികമായിട്ടും അല്ലെങ്കിൽ മറ്റെല്ലാ രീതിയിലുമുള്ള കരുത്ത് ഇന്ത്യക്ക് ഉണ്ടെന്ന് വിളിച്ചു കാണിക്കുന്ന സൈനിക അഭ്യാസമാണ് ചിക്കൻ നെക്കിന്റെ ഭാഗത്ത് ഇന്ത്യ നടത്തിയത്. അപ്പം ആ രീതിയിലൊക്കെ നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ള കരുതൽ യാതൊരു കാരണവശാലും കുറയ്ക്കുന്നില്ല. കാരണം ഏതൊരർത്ഥത്തിലും പാകിസ്ഥാൻ ചുമ്മാതെ പറഞ്ഞതല്ല എന്ന് ആണവായുധം പ്രയോഗിക്കും എന്നുള്ളത് എന്ന് ഉള്ള കാര്യം വ്യക്തത വരുത്തുന്നതാണ് ഈ പറയുന്നത് പോലെ ആണവ പോർമുനയുള്ള മിസൈൽ, ഒരുപക്ഷെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മിസൈൽ. ഈ പറയുന്ന അവസരത്തിൽ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ച് വളരെ കൂടുതലായിട്ട് അതിക്രമം അവിടെ നടത്തിയപ്പോൾ അവരവരുടെ ആയുധങ്ങൾ, അവരുടെ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലുപ്പത്തിലുള്ള ആയുധങ്ങളെല്ലാം തിരിച്ചു പ്രയോഗിച്ചു. പക്ഷെ ആ തിരിച്ചു പ്രയോഗിച്ചതൊന്നും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ അതിജീവിച്ച് ഇന്ത്യയിൽ വീഴുന്നതിനോ നാശനഷ്ടം ഉണ്ടാക്കുന്നതിനോ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ത്യ പ്രയോഗിച്ച ആയുധങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന പോയിന്റിൽ തന്നെ ചെന്ന് പതിക്കുകയും നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ പ്രതിരോധ സംവിധാനം. ആ പ്രതിരോധ സംവിധാനം എന്ന് പറഞ്ഞാൽ അവർ ചൈനയുമായിട്ട് കൂടിയുണ്ടാക്കിയ ആയുധങ്ങൾ, അല്ലെങ്കിൽ ചൈനയുടെ മാത്രമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, എല്ലാ സംവിധാനങ്ങളെയും ഒരുപക്ഷെ നശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജാം ചെയ്ത് നമ്മൾ ആദ്യം ആക്രമണം നടത്തുന്നു. അതിനുശേഷമുള്ള ആക്രമണത്തിൽ ഇതെല്ലാം നശിപ്പിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതോടുകൂടി ഇന്ത്യ ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യമായി, ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം ലോകം ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ എല്ലാം നടന്നു എന്ന് വേണം കരുതാൻ. അപ്പം അതിനുശേഷം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുമ്പോൾ, ഇന്ത്യയെ ഭീതിയോടുകൂടി കാണുമ്പോൾ, ഇന്ത്യയെ അതിശയത്തോടു കൂടി കാണുമ്പോൾ, ഇനി ഒരു തിരിച്ചടി വികസിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ, അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിൽ ലോകത്തിന്റെ നെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ, ഒരുപക്ഷെ ലോകം ചർച്ച ചെയ്യുന്ന യുദ്ധത്തിന് ശേഷവും എക്കണോമിക്കൽ ഗ്രോത്തിനോ അല്ലെങ്കിൽ ഫോറിൻ റിസർവ് ഫണ്ടിനോ ഒന്നും കുറവ് വരാതെ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ, ആ ഇന്ത്യ ഏത് സമയവും എക്കണോമിക്കൽ ഗ്രോത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുകയും അത് ആഗ്രഹിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ, അത് ഒരുപക്ഷെ ചൈന ആയാലും കൊള്ളാം, അമേരിക്ക ആയാലും കൊള്ളാം, അതിനെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് തടസ്സം ഒരു യുദ്ധം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതിന് ഉപയോഗിക്കുന്ന രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനെ വെച്ച് ഈ പാകിസ്ഥാന് കിട്ടിയ ഒരു തിരിച്ചടി ഏതർത്ഥത്തിലും ഏത് സമയവും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കരുതലുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡോവൽ പല രാജ്യങ്ങളിലും വിദേശ സന്ദർശനം നടത്തുന്നതിന്റെ കൂടെ ഒരുപക്ഷെ റഷ്യയിൽ പോയിട്ടുള്ള സംസാരം എന്ന് പറയുമ്പോൾ ഈ S-500ന്റെ നിർമ്മാണം ഇന്ത്യയുടെ കൂടെ കൂടിക്കൊണ്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയും, അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, ഇന്ത്യയുടെ സുരക്ഷ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ തമ്മിൽ പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയൊക്കെ തന്നെയാണ് ഡോവൽ പോയിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നാളെ കാലത്തെ പാകിസ്ഥാൻ അതും ചെയ്യും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.